നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. തൊടുപുഴയിൽ നിന്നും ഏഴല്ലൂർ അല്ലസർ മെഡിക്കൽ കോളേജിലേക്ക് KSRTC ബസ് സർവീസ് ആരംഭിച്ചു. ബസ് സർവീസിന്റെ ഉദ്ഘാടനം പിജി ജോസഫ് MLA നിർവഹിച്ചു. ഇടുക്കി ജില്ലയിൽ കുളമ്പ് രോഗ ചർമ്മമുഴ രോഗ പ്രതിരോധ കുത്തിവയ്പ് യജ്ഞം തുടങ്ങി. പിജി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ വാർഷിക സമ്മേളനം ഡിസംബർ 21-22 തീയതികളിൽ തൊടുപുഴയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ നഗരസഭാ ചെയർമാനായി പ്രവർത്തിച്ച 8 മാസത്തോളം തന്നെ പിന്തുണച്ച MLAയ്ക്കും MP-ക്കും സഹപ്രവർത്തകരായ മുഴുവൻ കൗൺസിൽ അംഗങ്ങൾക്കും നന്ദി അറിയിക്കുന്നതായി K. ദീപക് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ രക്തപരിശോധനാ കേന്ദ്രത്തിൽ ജീവനക്കാരുടെ ഗുരുതര അനാസ്ഥ. വാർത്തകൾ വിശദമായി. തൊടുപുഴയിൽ നിന്നും ഏഴല്ലൂർ അല്ലസർ മെഡിക്കൽ കോളേജിലേക്ക് KSRTC ബസ് സർവീസ് ആരംഭിച്ചു. രോഗികൾക്കും വിദ്യാർത്ഥികൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിലാണ് പുതിയ ബസ് സർവീസ്. ബസ് സർവീസിന്റെ ഉദ്ഘാടനം പിജി ജോസഫ് MLA നിർവഹിച്ചു. ഏഴല്ലൂർ അല്ലസർ മെഡിക്കൽ കോളേജിലേക്ക് KSRTCയുടെ പുതിയ സർവീസ് ആരംഭിച്ചു. മെഡിക്കൽ കോളേജിലേക്ക് നിരവധി രോഗികൾ എത്തുന്ന സാഹചര്യത്തിലാണ് ബസ് സർവീസ് ആരംഭിക്കുവാൻ അല്ലസർ മാനേജ്മെന്റ് ശ്രമം ആരംഭിച്ചത്. PJ ജോസഫ് MLAയുടെ സഹായത്തോടെയാണ് സർവീസ് ആരംഭിച്ചത്. ഏഴല്ലൂർ അല്ലസർ മെഡിക്കൽ കോളേജിൽ വെച്ച പുതിയ സർവീസിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം PJ ജോസഫ് MLA നിർവഹിച്ചു. വളരെ ജാഗരൂകരമായി ഇന്ന് പ്രവർത്തിക്കുന്ന KMOSയെ അഭിനന്ദിക്കുന്നു. ബന്ധപ്പെട്ട എല്ലാവരും അഭിനന്ദിക്കുന്നു. ഇന്ന് ഇവിടെ നിന്ന് ഈ ബസ് സർവീസ് തുടങ്ങുന്നത് ഈ ഹോസ്പിറ്റലിന് മാത്രമല്ല, മെഡിക്കൽ കോളേജിന് മാത്രമല്ല, നാട്ടുകാർക്കും വലിയ പ്രയോജനമാണ്. നാലും മനീഷ് 10 ട്രിപ്പുണ്ട്. ATO രംഗത്ത് വന്ന് പ്രവർത്തിക്കുന്നു. ഇനി മൂവാറ്റുപുഴയിൽ നിന്ന് വരാനുണ്ട്. തുടക്കമായി ഇങ്ങനെ റിക്വസ്റ്റ് തരാൻ തോന്നിയത് ഞാൻ സഹായിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഭാവനാപൂർണമായി പ്രവർത്തിക്കുന്ന ശ്രീ KM മൂസയെ ഞാൻ അഭിനന്ദിക്കുന്നു. ആദ്യ ട്രിപ്പിൽ MLAയും യാത്ര ചെയ്തു. തൊടുപുഴ നിന്നും 10 ട്രിപ്പുകളാണ് സർവീസ് നടത്തുന്നത്. ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ അല്ലസർ ഗ്രൂപ്പ് ചെയർമാൻ KM മൂസ, ATO മനേഷ്, കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് മെമ്പർ സജി ചെമ്പകശ്ശേരി, നിയുക്ത മെമ്പർ അൽത്താഫ് KM എന്നിവരും സന്നിഹിതരായിരുന്നു. ചടങ്ങിൽ ഡ്രൈവർ അനിൽകുമാറിനെയും കണ്ടക്ടർ അജിത് MRനെയും പൊന്നാടയണിയിച്ച് ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പാർട്ടിക്കെതിരെ മുൻ ജില്ലാ സെക്രട്ടറി KK ശിവരാമൻ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുകയാണെന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടുക്കി ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം പ്രസ്താവനയിലൂടെ അറിയിച്ചു. മാഫിയ പ്രവർത്തനങ്ങളെ എതിർത്തിട്ടുള്ള പാരമ്പര്യമാണ് CPIക്ക് ഉള്ളത്. നാളെയും ഇത്തരക്കാരെ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനമായിരിക്കില്ല CPI. പാർട്ടിയും LDFും ദുർബലപ്പെട്ടു എന്ന KK ശിവരാമന്റെ പ്രതികരണത്തിൽ യാതൊരു കഴമ്പുമില്ലെന്നും എക്സിക്യൂട്ടീവ് അറിയിച്ചു. VK ധനപാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ഇടുക്കി ജില്ലയിൽ മണൽ ഭൂമാഫിയ പ്രവർത്തകരോട് ചില നേതാക്കൾ ഒട്ടിച്ചേർന്ന് പ്രവർത്തിക്കുന്നു എന്ന ഇപ്പോഴത്തെ ശിവരാമന്റെ ആരോപണം ദുഷ്ടലാക്കോടെ ഉള്ളതാണെന്ന് എക്സിക്യൂട്ടീവ് അഭിപ്രായപ്പെട്ടു. ഡിസംബർ 18 കൂടിയ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ പങ്കെടുക്കുന്നതുവരെ ഇത് സംബന്ധമായ ഒരു പരാതിയും പാർട്ടി ഘടകത്തിന് മുന്നിൽ അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല. പാർട്ടിയും LDFും ദുർബലപ്പെട്ടു എന്ന KK ശിവരാമന്റെ പ്രതികരണത്തിൽ യാതൊരു കഴമ്പുമില്ല എന്ന് എക്സിക്യൂട്ടീവ് അറിയിച്ചു. VK ധനപാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK അഷ്റഫ്, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം TJ ആഞ്ചലോസ്, ജില്ലാ സെക്രട്ടറി K സലിംകുമാർ, VR ശശി, MK പ്രിയൻ, ജോസ് ഫിലിപ്പ്, CU ജോയ്, ജയാമധു, ES ബിജുമോൾ, T ഗണേശൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കന്നുകാലികൾ വലിയ സമ്പത്താണെന്നും അവയെ രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കേണ്ടത് ഓരോ ക്ഷീരകർഷകരുടെയും ചുമതലയാണെന്നും PJ ജോസഫ് MLA പറഞ്ഞു. കുളമ്പ് രോഗ ചർമ്മമുഴ രോഗ പ്രതിരോധ കുത്തിവയ്പിന്റെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. MLAയുടെ ഫാമിൽ നടന്ന യോഗത്തിൽ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ബിജു J ചെമ്പരത്തി അധ്യക്ഷത വഹിച്ചു. പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഡോക്ടർ നിശാന്ത് M പ്രഭ പദ്ധതി വിശദീകരണം നടത്തി. കന്നുകാലികളെയും കാലിത്തൊഴുത്തും ശുചീകരിച്ച് രോഗാണുക്കളിൽ നിന്ന് സംരക്ഷിക്കണം. ക്ഷീരകർഷകർ ഈ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ പ്രാഥമികമായ അറിവുകൾ ആർജിക്കണമെന്നും കുളമ്പുരോഗ ചർമ്മമുഴരോഗ പ്രതിരോധ കുത്തിവയ്പിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുന്നതിനിടെ അദ്ദേഹം പറഞ്ഞു. മറ്റ് 60 ലിറ്റർ പാല് നമുക്ക് ഇവിടെ 50 ലിറ്റർ കിട്ടും. പക്ഷെ 4 ലിറ്റർ പാല് കാലത്ത് കുടിക്കും ഒരു ദിവസം അല്ലേ? അതെ, ഒരു ദിവസം നമ്മൾ ഒരു കാമ്പ് കൊടുക്കുന്നുണ്ട്. അതിപ്പോൾ ഒരു മാസത്തേക്ക് ചെയ്താൽ മതി.
അതങ്ങനെ ആളുകളെ പഠിപ്പിക്കണം. ക്ലാസ് ഡ്രൈവറിങ് ഒരു പശുവിന് 15 മാസമാകുമ്പോൾ 25 മാസത്തെ പശു അല്ലാതെ പാല് കുടിപ്പിക്കാതെ പശുക്കളാകളെ വളർത്തിയ 3-4 വയസ്സാകുമ്പോൾ അത്ര വലിയ നഷ്ടം. 15 മാസമാകുമ്പോൾ കിടാവ് 12 മാസമാകുമ്പോൾ ഹീറ്റാവും. 15 മാസത്തിൽ ആ ബേസിക് MLAയുടെ ഫാമിൽ നടന്ന യോഗത്തിൽ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ബിജു ജെ ചെമ്പരത്തി അധ്യക്ഷത വഹിച്ചു. പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഡോക്ടർ നിശാന്ത് എം പ്രഭ പദ്ധതി വിശദീകരിച്ചു. ജില്ലയിൽ ഡിസംബർ 17 ആരംഭിച്ച കുത്തിവയ്പ് യജ്ഞം 30 ദിവസമാണ് നടക്കുന്നത്. യോഗത്തിൽ ജില്ലാ എപ്പിഡെമിയോളജിസ്റ്റ് ഡോക്ടർ സാനി തോമസ്, താലൂക്ക് കോർഡിനേറ്റർ ഡോക്ടർ അനിറ്റ ജോർജ്, സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ ജസ്റ്റിൻ ജേക്കബ്, പുറപ്പുഴ IC വെറ്റിനറി സർജൻ ഡോക്ടർ അനുഷ സാലി, വകുപ്പ് ഉദ്യോഗസ്ഥർ, ക്ഷീരകർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ വാർഷിക സമ്മേളനം ഡിസംബർ 21-22 തീയതികളിൽ തൊടുപുഴയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 21 ജില്ലാ പ്രസിഡന്റ് ഐവാൻ സെബാസ്റ്റ്യൻ പതാക ഉയർത്തി സമ്മേളനത്തിന് തുടക്കം കുറിക്കും. തുടർന്ന് രാജീവ് ഭവനിൽ യോഗം ചേരും. 22 പ്രകടനത്തിന് ശേഷം നടക്കുന്ന സമ്മേളനം KPCC വൈസ് പ്രസിഡന്റ് റോയി കെ പോലോസ് ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യു അധ്യക്ഷത വഹിക്കും. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ വാർഷിക സമ്മേളനം ഡിസംബർ 21-22 തീയതികളിൽ സംഘടിപ്പിക്കും. 21 രാവിലെ ജില്ലാ പ്രസിഡന്റ് ഐവാൻ സെബാസ്റ്റ്യൻ പതാക ഉയർത്തി സമ്മേളനത്തിന് തുടക്കം കുറിക്കും. തുടർന്ന് തൊടുപുഴ രാജീവ് ഭവനിൽ പൊതുയോഗം നടത്തും. 22 രാവിലെ 9:30 തൊടുപുഴ തെനങ്കുന്ന് റോഡിൽ നിന്നും പെൻഷൻകാരുടെ പ്രകടനം ഗാന്ധി സ്ക്വയർ ചുറ്റി ടൗൺ ഹാളിൽ സമാപിക്കും. ഇടുക്കി DCC പ്രസിഡന്റ് CP മാത്യുവിന്റെ അധ്യക്ഷതയിൽ ആരംഭിക്കുന്ന സമ്മേളനം KPCC വൈസ് പ്രസിഡന്റ് റോയി കെ പോലോസ് ഉദ്ഘാടനം ചെയ്യും. KPCC ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് S അശോകൻ, നിഷ സോമൻ, സ്വാഗത സംഘം വൈസ് ചെയർമാൻ NI ബെന്നി, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷിബിലി സാഹിബ്, TJ പീറ്റർ എന്നിവർ സംസാരിക്കും. 11:30 ജില്ലാ പ്രസിഡന്റ് ഐവാൻ സെബാസ്റ്റ്യന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിനിധി സമ്മേളനം KSSPI സംസ്ഥാന പ്രസിഡന്റ് MP വേലായുധൻ ഉദ്ഘാടനം ചെയ്യും. സുഹൃത്ത് സമ്മേളനം സംസ്ഥാന കമ്മിറ്റി അംഗം KA മാത്യുവും ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ 41 വർഷമായി സംസ്ഥാനത്ത് പ്രവർത്തിച്ചു വരുന്ന ഈ സംഘടന എല്ലാ വർഷവും അതിൻ്റെ ജില്ലാ സംസ്ഥാന സമ്മേളനം കൃത്യമായി നടത്തി പോകുന്ന ഒരു ചരിത്രം സംഘടനയ്ക്കുണ്ട്. അതിൻ്റെ ഭാഗമായി ഇടുക്കി ജില്ലാ വാർഷിക സമ്മേളനം ഈ മാസം 21-22 തീയതികളിൽ തൊടുപുഴയിൽ വെച്ച് നടത്തപ്പെടുകയാണ്. 21 രാവിലെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ഐവാൻ സെബാസ്റ്റ്യൻ പതാക ഉയർത്തിക്കൊണ്ട് പരിപാടിയുടെ തുടക്കം കുറിക്കും. തുടർന്ന് ഒന്നാം ദിവസത്തെ പരിപാടി തൊടുപുഴ രാജീവ് ഭവനിൽ വെച്ചാണ് നടക്കുക. കേരളത്തിലെ അവഗണിക്കപ്പെടുന്ന പെൻഷൻ സമൂഹം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു സെമിനാർ അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. സെമിനാറിന് ശേഷം ഉച്ചകഴിഞ്ഞ് ജില്ലാ കൗൺസിൽ യോഗം നടക്കും. ആ ജില്ലാ കൗൺസിൽ യോഗത്തിൽ ജില്ലാ സെക്രട്ടറി ശ്രീ TM ജോയി പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ശ്രീ VA ജോസഫ് കഴിഞ്ഞ വർഷത്തെ വരവ് ചെലവ് കണക്കും അവതരിപ്പിക്കും. 22 തിങ്കളാഴ്ച രാവിലെ തൊടുപുഴ തെനങ്കുന്ന് റോഡിൽ നിന്നും ജില്ലയിലെ പെൻഷൻകാർ പ്രകടനമായി ഗാന്ധി സ്ക്വയർ ചുറ്റി ടൗൺ ഹാളിലെത്തി സമ്മേളന പരിപാടിക്ക് തുടക്കം കുറിക്കും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ TJ പീറ്റർ, ഹസൻകുട്ടി, ഷെല്ലി ജോൺ, ജെയ്സൺ ജോസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥിയെയും വോട്ടർമാരെയും CPM പ്രാദേശിക നേതാക്കന്മാർ ഭീഷണിപ്പെടുത്തിയതായി ആരോപണം. ഉടുമ്പൻചോല പഞ്ചായത്ത് 2ാം വാർഡിൽ വിജയിച്ച സാന്റോച്ചൻ കൊച്ചുപുരയ്ക്കൽ ഇത് സംബന്ധിച്ച് ഉടുമ്പൻചോല പോലീസിൽ പരാതി നൽകി. തോട്ടം തൊഴിലാളികൾ അധിവസിക്കുന്ന കടുങ്കാപ്പി ആട്ടുപാറ മേഖലയിൽ ബുധനാഴ്ച വൈകിട്ട് നേതാക്കന്മാരെത്തി തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തുകയും വീട് കയറി കയ്യേറ്റം നടത്താൻ ശ്രമിക്കുകയും ചെയ്തു. പോലീസിന്റെ ഇടപെടലിനെ തുടർന്നാണ് അനിഷ്ട സംഭവങ്ങൾ ഒഴിവായത്. തനിക്ക് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞായിരുന്നു ഭീഷണിയെന്ന് അദ്ദേഹം പറഞ്ഞു. തന്റെ വാർഡ് ഉൾപ്പെടുന്ന ആ ഭാഗത്തുകൂടി പോയാൽ തന്നോട് സംസാരിക്കുന്നവരെയും തന്റെയും കൈകാലുകൾ വെട്ടുമെന്ന് നേതാക്കന്മാർ പരസ്യമായി ഭീഷണി മുഴക്കിയെന്നും സാന്റോച്ചൻ ആരോപിച്ചു. പോളിയോ ബാധിതനായ 32-കാരന് ചാരിറ്റബിൾ സൊസൈറ്റിയിൽ നിന്നും താനിടപെട്ട് വീൽചെയർ നൽകിയെന്നും ഇതാണ് പ്രകോപന കാരണമെന്നും സാന്റോച്ചൻ ആരോപിച്ചു. നേതാക്കന്മാരുടെ ഭീഷണി നിലനിൽക്കുന്നതിനാൽ സംരക്ഷണം ആവശ്യപ്പെട്ട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും പഞ്ചായത്ത് അംഗം എന്ന നിലയ്ക്ക് വാർഡിൽ നിർഭയം പ്രവർത്തിക്കാൻ അവസരം ഒരുക്കണമെന്നും സാന്റോച്ചൻ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ
ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഞാൻ വിജയിക്കുകയുണ്ടായി. പഞ്ചായത്ത് രൂപീകരണത്തിന് ശേഷം ആദ്യമാണ് ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്തിൻ്റെ 2ാം വാർഡിൽ UDFന് വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ വിജയത്തിന് ശേഷം ഈ വിജയം കക്ഷി രാഷ്ട്രീയ ജാതി മത ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾ എനിക്ക് നൽകിയ ഒരു വിജയമാണ്. അപ്പോൾ തീർച്ചയായും പ്രദേശത്തെ ജനങ്ങളുടെ വിജയമായാണ് ഞാനതിനെ കണക്കാക്കുന്നത്. അതിനുശേഷം ഞാൻ വിജയത്തിന് ശേഷം ആ പ്രദേശത്തെ ആളുകളുമായി നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ഇന്നലെ ഞാൻ കടുങ്കാപ്പി നമ്മുടെ വാർഡിൻ്റെ പ്രദേശമായ കടുങ്കാപ്പി ആട്ടുപാറയിൽ എത്തിച്ചേരുകയും ഞാൻ തെരഞ്ഞെടുപ്പ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഭവനങ്ങൾ സന്ദർശിച്ചപ്പോൾ അരയ്ക്ക് താഴോട്ട് തളർന്ന് ഒരു യുവാവിനെ കണ്ടെത്തുകയും 32 വയസ്സുള്ള യുവാവ് പലരുടെ മുമ്പിലും തനിക്കൊരു വീൽ ചെയറോ മറ്റു ഓട്ടോറിക്ഷയോ കിട്ടുന്നതിന് വേണ്ടി യാതനകൾ അർപ്പിച്ചെങ്കിലും നാളെ വരെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ല. അദ്ദേഹം ഞാൻ കടന്നു ചെന്നപ്പോഴും ഈ ആവശ്യം എൻ്റെ മുമ്പിൽ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അദ്ദേഹത്തിന് മുമ്പിൽ നിരസിച്ചില്ല. എനിക്കൊരു അവസരം ലഭിക്കുകയോ അല്ലെങ്കിൽ ജയിച്ചാലും തോറ്റാലും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും, നിങ്ങളെ സഹായിക്കാനുണ്ടാകും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇന്നലെ ഞാൻ വാടി കടന്നു ചെല്ലുകയും അദ്ദേഹത്തിന് ഒരു വീൽ ചെയർ സമ്മാനിക്കുകയും ചെയ്തു. ഒരു പക്ഷേ അതാണ് എൻ്റെ എതിരാളികളെ പ്രകോപിതരാക്കിയത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്തായാലും ഞാനവിടെ തെരഞ്ഞെടുപ്പ് വിജയവുമായി ബന്ധപ്പെട്ട് ആളുകളുടെ ഭവനങ്ങൾ തോറും കടന്നു ചെന്ന മിഠായിയും ഒക്കെ വിതരണം ചെയ്ത് എല്ലാവരും സൗഹൃദം പങ്കുവെച്ച് കടന്നു പോകുന്നതിന് ശേഷം ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ മേഖലയിലുള്ള CPMൻ്റെ പ്രവർത്തകർ മേഖലയിൽ കടന്നു ചെല്ലും, കടുങ്കാപ്പി ആട്ടുപാറയിൽ കടന്നു ചെല്ലുകയും അവിടുത്തെ തൊഴിലാളികളെ ഭീഷണിപ്പെടുത്തുകയും ഏറെ പ്രകോപനപരമായ രീതിയിൽ സംസാരിക്കുകയുണ്ടായി. അവരോട് ഞാൻ പോകുന്നതിന് ശേഷം അവിടെ ഉണ്ടായ സംഭവം അവരോട് പറഞ്ഞത്, നിങ്ങളുടെ പഞ്ചായത്ത് മുന്നിൽ നിങ്ങൾ കടന്നു വന്നാൽ അവൻ്റെ കൈയും കാലും വിട്ടു, അതോടൊപ്പം അവനെ വോട്ട് ചെയ്ത് നിങ്ങളെ പ്രദേശത്ത് നിന്ന് യാതൊരു കാരണവശാലും ഇവിടെ ജീവിക്കാൻ അനുവദിക്കുകയില്ല, അത്തരത്തിലുള്ള പ്രകോപനപരമായ പ്രഖ്യാപനങ്ങൾ നടത്തിയുണ്ടായി. ഞാൻ വിവരമറിഞ്ഞ് ഉടുമ്പൻചോല പോലീസ് സ്റ്റേഷനിലെ ബഹുമാനപ്പെട്ട CA വിളിച്ചറിയുകയും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം എത്തിയതിനു ശേഷം മാത്രമാണ് ഈ ആളുകൾ അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയും ചെയ്തിട്ടുള്ളത്. എല്ലാവരെയും ഒന്നായി കണ്ടുകൊണ്ട് എല്ലാവരോടും ഒപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നുള്ള പ്രവർത്തന സ്വാതന്ത്ര്യം എനിക്ക് ലഭ്യമാണെന്നാണ്. അതിന് CPMൻ്റെ നേതാക്കൾ തീർച്ചയായും സഹകരിക്കണം, തോൽവി അംഗീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു മത്സരം ഉണ്ടായാൽ ഒരാൾക്ക് ജയിക്കാൻ സാധിക്കുകയുള്ളൂ. ആ മത്സരിച്ച ആളെ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. അതിന് പാർട്ടിയുടെ CPMൻ്റെ ഉത്തരവാദിത്തമുള്ള പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കന്മാർ തയ്യാറാകണം. നല്ല രീതിയിലുള്ള പ്രവർത്തനത്തിന് ആത്മാർത്ഥമായ സഹകരണം തരണം എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. പത്രസമ്മേളനത്തിൽ കോൺഗ്രസ് ഉടുമ്പൻചോല മണ്ഡലം പ്രസിഡന്റ് ടിബിൻ P. ജോർജ്, മണ്ഡലം സെക്രട്ടറി R. പ്രകാശ്, ബ്ലോക്ക് സെക്രട്ടറി ബാബു മാത്യു, യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ഡെന്നി സജി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. തൊടുപുഴ നഗരസഭാ ചെയർമാനായി പ്രവർത്തിച്ച 8 മാസത്തോളം തന്നെ പിന്തുണച്ച MLAയ്ക്കും MP-ക്കും സഹപ്രവർത്തകരായ മുഴുവൻ കൗൺസിൽ അംഗങ്ങൾക്കും നഗരസഭയിലെ ജീവനക്കാർക്കും നന്ദി അറിയിക്കുന്നതായി K. ദീപക് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വികസന പ്രവർത്തനങ്ങളിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മുഴുവൻ കൗൺസിൽ അംഗങ്ങളും പിന്തുണ നൽകിയിരുന്നു. അതിനാൽ നിർണായകമായ പല തീരുമാനങ്ങളും എടുക്കുന്നതിനും നടപ്പാക്കുന്നതിനും സാധിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. തൊടുപുഴ നഗരസഭ ചെയർമാൻ എന്ന നിലയിൽ കഴിഞ്ഞ 8 മാസക്കാലത്തോളം പ്രവർത്തിക്കാനുള്ള ഒരു അവസരം എനിക്ക് ലഭിക്കുകയുണ്ടായി. നമുക്കറിയാം, കഴിഞ്ഞ കൗൺസില് വളരെ സങ്കീർണമായ പല പ്രശ്നങ്ങൾക്കും സാക്ഷിയായ ഒരു കൗൺസിലായിരുന്നു. കൂറുമാറ്റം ഉൾപ്പെടെയുള്ള പല വിഷയങ്ങളിലും ഉൾപ്പെട്ട് കേരളത്തിൽ തന്നെ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഭരണസമിതിയും അതിനുശേഷമുണ്ടായ പല സംഭവങ്ങളും ഒക്കെ നമുക്ക് അവർക്ക് അറിയാം. എന്നാൽ തൊടുപുഴ നഗരസഭയെ സംബന്ധിച്ച് ഭരണസമിതിയുടെ അവസാന കാലഘട്ടങ്ങളിൽ ഏതാണ്ടൊരു 8 മാസത്തോളം ഐക്യജനാധിപത്യ മുന്നണി നേതൃത്വം നൽകുന്ന ഒരു ഭരണസമിതി ഈ ഭരണസാരഥ്യം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. തികച്ചും അപ്രതീക്ഷിതമായാണ് അങ്ങനെ ഒരു ഭരണസമിതിയിലേക്കും അതിന് ചെയർമാനായും ഞാൻ കടന്നു വന്നത്. എന്തായാലും വളരെ പ്രതീക്ഷയോടുകൂടി, അതിലുപരി ആശങ്കയോടുകൂടി തന്നെയാണ് ആ സ്ഥാനം ഏറ്റെടുത്തത്. ഭൂരിപക്ഷ സമയവും ഭരണം പ്രതിസന്ധിയിൽ പോയതിനു ശേഷം ചുരുങ്ങിയ സമയം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ച് വളരെ ഗഹനമായി ചിന്തിക്കുകയും അതോടൊപ്പം തന്നെ
കൃത്യമായ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി പ്രവർത്തന രീതികളെക്കുറിച്ച് ഒരു പഠനം തന്നെ നടത്തിയാണ് മുൻപോട്ട് പോയത്. എന്തായാലും ചുരുങ്ങിയ സമയം കൊണ്ട് നഗരസഭയിൽ കുറച്ചധികം കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും അതുപോലെ തുടക്കം കുറിക്കുന്നതിനും ഒക്കെ സാധിച്ചു എന്ന വലിയൊരു ചാരിതാർത്ഥ്യവും എന്നെ സംബന്ധിച്ചുണ്ട്. മാത്രവുമല്ല, ഭൂരിപക്ഷമില്ലാത്ത ഒരു കൗൺസിലിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെയും വളരെ സൗഹൃദത്തോടുകൂടി യോജിപ്പിച്ച് ഒറ്റക്കെട്ടായി മുമ്പോട്ട് പോകുന്നതിനും സാധിച്ചു എന്നത് ഏറ്റവും വലിയൊരു കാര്യമായി ഞാൻ കാണുകയാണ്. ഈ 8 മാസക്കാലത്തിനിടയിൽ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കാണേണ്ട ഒരു കാര്യം, ഒരു സമരം പോലും നഗരസഭയ്ക്കെതിരെ ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രത്യേകമായ ഒരു കാര്യം. കാരണം അതിന് പോലും ഒരു ഇടം കൊടുക്കാതെ എല്ലാ കാര്യങ്ങളിലും, അത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ പാർട്ടിയുടെ പ്രതിനിധികളെയും ഒക്കെ കൂട്ടിച്ചേർത്ത് നിർത്തി വികസന കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഓരോ പ്രവർത്തനവും മുമ്പോട്ട് പോയത്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും വലിയ 2 പ്രശ്നങ്ങളായിരുന്നു. ഒന്ന്, മങ്ങാട്ടുകോല ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ അത് തുറന്നു കൊടുക്കുക എന്നുള്ള ദൗത്യം. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 5-6 വർഷക്കാലമായി അതിൻ്റെ പണികൾ പൂർത്തീകരിച്ചു. സാങ്കേതികമായ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. പക്ഷേ അതുകൊണ്ട് നഗരസഭയ്ക്ക് ഉണ്ടാവുന്ന വരുമാനം, തനത് വരുമാനത്തിൽ ഉണ്ടായിട്ടുള്ള നഷ്ടം അത് ചെറുതല്ല എന്ന് ബോധ്യവും ഉണ്ടായിരുന്നു. എന്തായാലും അടിയന്തരമായി ആ കാര്യത്തിനകത്തൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് വേണ്ട തുടർന്നുള്ള അതിൻ്റെ പണികളെല്ലാം ചെയ്യുന്നതിന് ഉദ്യോഗസ്ഥരെ കൃത്യമായി അതിന് പിന്നിൽ നിന്ന് ചലിപ്പിക്കുന്നതിനും അതിൻ്റെ ഓരോ ഘട്ടം ഘട്ടമായ പണികൾ പൂർത്തീകരിക്കുന്നതിനും അതിൻ്റെ ഫയർ NOC ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സമയബന്ധിതമായി നേടിയെടുക്കുന്നതിനൊക്കെ സാധിച്ചു. മുതലക്കോടം ഹോളി ഫാമിലി നഴ്സിംഗ് കോളേജ് നോർക്ക സാറ്റലൈറ്റ് സെന്ററിന്റെ ഉദ്ഘാടനം നടന്നു. നോർക്ക സാറ്റലൈറ്റ് സെന്റർ പ്രോജക്ട് മാനേജർ പ്രകാശ് പി ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. നഴ്സിംഗ് കോളേജ് ഡയറക്ടർ സിസ്റ്റർ മേഴ്സ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ യൂറോനോ ഡയറക്ടർ ടിൻഡു എൽദോ മാത്യു മുഖ്യ പ്രഭാഷണം നടത്തി. മുതലക്കോടം ഹോളി ഫാമിലി നഴ്സിംഗ് കോളേജ് നോർക്കയുടെ ജർമ്മൻ ഭാഷാ പരിശീലനത്തിലുള്ള സാറ്റലൈറ്റ് സെന്ററായി തെരഞ്ഞെടുത്തു. ഇടുക്കി ജില്ലയിൽ ആദ്യത്തെയും കേരളത്തിലെ 6ാമത്തെയും സാറ്റലൈറ്റ് സെന്ററാണ് ഹോളി ഫാമിലി നഴ്സിംഗ് കോളേജിൽ ആരംഭിച്ചത്. ഡയറക്ടർ സിസ്റ്റർ മേഴ്സി ആഗ്നേലിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം നോർക്ക റൂട്ട്സ് മാനേജർ പ്രകാശ് പി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നോർക്ക ഇങ്ങനെ സൗജന്യമായിട്ട് റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഒരു സംവിധാനം വന്നതോടുകൂടി മറ്റ് ഏജൻസികളെല്ലാം ഫീസ് കുറയ്ക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അത് വലിയൊരു മാറ്റമാണ് നമ്മുടെ സമൂഹത്തിൽ. പ്രത്യേകിച്ച് ഗുണകരമായൊരു നേഴ്സുമാർക്ക് അങ്ങേയറ്റം ഗുണം കിട്ടിയ ഒരു പരിപാടിയാണ് ഈ ട്രിപ്പിൾ പ്രോഗ്രാം വന്നതിലൂടെ ജർമ്മൻ നേഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റ് തലത്തിലുണ്ടായത്. അതുപോലെ തന്നെ ഭാഷാ പരിശീലനത്തിലും NIF തുടങ്ങിയതിന് ശേഷം മറ്റ് ഭാഷാ പരിശീലന കേന്ദ്രങ്ങൾ പലതും ഫീസ് കുറയ്ക്കേണ്ടത് വന്നു. അപ്പം നമുക്ക് മറ്റ് ജില്ലകളിലൊന്നും ഇതേപോലെ ഈ ഒരു രീതിയിൽ തുടങ്ങാനുള്ള സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് നോർക്ക ഒരു പുതിയൊരു പുറത്തു നിന്നുള്ള ഒരു ഏജൻസി വഴി കോളേജുകളിൽ പഠനത്തോടൊപ്പം തന്നെ നേഴ്സിംഗ് കോളേജുകളിൽ പഠനത്തോടൊപ്പം തന്നെ ഭാഷാ പരിശീലനവും കൂടെ ആരംഭിക്കാനുള്ള പദ്ധതി ഇട്ടത്. അങ്ങനെയാണ് നമ്മൾ ടെൻഡർ വിളിച്ച് സെലക്ട് ചെയ്ത ഏജൻസിയാണ് യൂറോനാവ് എന്ന് പറയുന്ന ഏജൻസി. അപ്പോൾ ആ ഏജൻസി യൂറോനാവ് നേഴ്സിംഗ് ജർമ്മൻ ഭാഷാ പരിശീലനത്തിൽ പരിചയസമ്പന്നമായ ഒരു ഏജൻസിയാണ്. അവർക്ക് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്, ടീച്ചേഴ്സുണ്ട്, ക്വാളിഫൈഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ട്രെയിനേഴ്സുണ്ട്. അങ്ങനെ സെലക്ട് ചെയ്ത ഈ യൂറോനാവ് എന്ന ഏജൻസി വഴിയാണ് നമ്മൾ കേരളത്തിൽ പലയിടത്തായിട്ട് ഈ നേഴ്സിംഗ് കോളേജുകളിൽ ഈ സാറ്റലൈറ്റ് സെൻ്ററുകൾ തുടങ്ങിയിട്ടുള്ളത്. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജയൻ ജെയിംസ്, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ തെരേസ, കോളേജ് ചെയർപേഴ്സൺ ബിബിയ ബാബു എന്നിവർ ആശംസകൾ നേർന്നു. യൂറോനവ് ഓവർസീസ് കോൺസൽ ഡയറക്ടർ ടിറ്റോ എൽദോ മാത്യു മുഖ്യ പ്രഭാഷണം നടത്തി. അപ്പോൾ അവർക്ക് അതിൻ്റെ തിരിച്ചടക്കുന്നത് EMI കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ നിങ്ങൾ ആ ഒരു EMI അടച്ച് തീർക്കുന്നവരെ വെയിറ്റ് ചെയ്യാൻ വിചാരിക്കും. അത് കഴിഞ്ഞ് പുതിയ ഫാമിലി അങ്ങനെ കമ്മിറ്റ്മെൻറ്റ്സ് വരും. അപ്പം അങ്ങനെയൊക്കെ കഴിഞ്ഞ് പിന്നെ നിങ്ങളിപ്പോൾ പോകുന്ന ട്രാക്കിൽ നിന്ന് മാറാനായിട്ട് ഒരു മിനിമം ഒരു 5-6 കൊല്ലമെങ്കിലും മിനിമം എടുക്കും. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഈ പ്രോഗ്രാം കൊണ്ടുവരുന്ന കാരണം വെച്ചാൽ നിങ്ങൾ കോളേജിൽ നഴ്സിംഗ് പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ജർമ്മൻ ഭാഷ പഠിക്കുകയാണ് എങ്കിൽ ഇതിൻ്റെ കൂടെ നമുക്കൊരു ഡെയിലി ഒരു 1 hour അല്ലെങ്കിൽ 2 hour വെച്ച് സ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ ഇന്റേൺഷിപ്പ് കാര്യങ്ങൾ കഴിഞ്ഞ് ഇറങ്ങുന്നതിനോടൊപ്പം തന്നെ
ഈ ജർമ്മൻ ഭാഷ പഠിക്കാം എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ മെയിൻ എയിം എന്ന് പറയുന്നത്. നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ജർമ്മൻ ഭാഷയിൽ പ്രാവീണ്യം നേടാൻ സഹായിക്കുകയും അതുവഴി അന്താരാഷ്ട്ര തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുക എന്നതാണ് ഈ സംരംഭത്തിന്റെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, മുതലക്കോടം. ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ രക്തപരിശോധനാ കേന്ദ്രത്തിൽ ജീവനക്കാരുടെ ഗുരുതര അനാസ്ഥ. ഡെങ്കിപ്പനി പരിശോധനയ്ക്കായി 1.5 വയസ്സുകാരന്റെ രക്തം ശേഖരിച്ച് 8 ദിവസം കഴിഞ്ഞിട്ടും ഫലം നൽകിയില്ല. ആന്റിജൻ കിറ്റ് ഇല്ലാത്തതിനാൽ പരിശോധന നടത്താൻ കഴിഞ്ഞില്ലെന്നാണ് ജീവനക്കാരുടെ വിശദീകരണം. പൈനാവ് സ്വദേശി സുമിത് അഞ്ജു ദമ്പതികളുടെ 1.5 വയസ്സുള്ള മകനെ കടുത്ത പനിയെ തുടർന്നാണ് ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. ഡെങ്കിപ്പനി സംശയിച്ചതിനെ തുടർന്ന് പരിശോധനയ്ക്കായി രക്തം നൽകി. ഡിസംബർ 9-നാണ് രക്തം നൽകിയത്. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഫലം ലഭിക്കാതായതോടെ 16-ാം തീയതി മാതാപിതാക്കൾ ലാബിലെത്തി അന്വേഷിച്ചു. തുടർന്ന് ജീവനക്കാർ നൽകിയ മറുപടി ടെസ്റ്റ് ചെയ്യുന്ന കിറ്റ് തീർന്നു പോയതിനാൽ പരിശോധന നടത്താൻ കഴിഞ്ഞില്ലെന്നാണ്. കുഞ്ഞിന് പനിയായിരുന്നു, 2-3 ദിവസമായിട്ട് പനിയായിരുന്നു. കഴിഞ്ഞ 9-ാം തീയതി ഇലക്ഷൻ്റെ അന്നാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഡെങ്കു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എഴുതി തന്നു. ഡെങ്കു ടെസ്റ്റ് ചെയ്തപ്പോൾ അന്ന് അവിടെ ചെയ്ത ടെസ്റ്റിൽ പോസിറ്റീവാന്ന് കാണിച്ചു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടൊരു എലൈസ എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യാനായിട്ട് എഴുതി തന്നു. 7 ദിവസം താമസമുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞു. കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കുഞ്ഞിന് പനി ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, കൗണ്ട് പ്ലേറ്ററ്റ് കൊണ്ട് ഇടയ്ക്ക് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞിന് ക്ഷീണം ഉണ്ടോ നോക്കണം, ദേഹത്ത് എന്തെങ്കിലും പാടുകളുണ്ടോ നോക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിട്ടെ. അതിനിടയ്ക്ക് ഈ 7 ദിവസത്തിനുള്ളിൽ നമ്മൾ 2 പ്രാവശ്യം പോയി പ്ലേറ്ററ്റ് കൊണ്ട് ചെക്ക് ചെയ്തു. അതിന് കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് റിസൾട്ട് വരേണ്ടത്. അപ്പോൾ ഇന്നലെ വൈകിട്ട് ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇന്ന് വരും, ഇന്നലെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ടെസ്റ്റിന് അയച്ചിട്ടില്ല, അവർക്ക് കിറ്റ് തീർന്നു പോയി, അതുകൊണ്ട് ടെസ്റ്റിന് അയച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതാണ്. അപ്പോൾ ഇപ്പം നമുക്ക് 7 ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യുമായിരുന്നു കുഞ്ഞിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ റിസൾട്ട് ചെക്ക് ചെയ്തപ്പം അവൻ്റെ പ്ലേറ്ററ്റ് കൗണ്ട് കുറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നോക്കിയപ്പം എല്ലാം 4 ലക്ഷമായിരുന്നു കൗണ്ട്, ഇപ്പോൾ 1 ലക്ഷമായി കൗണ്ട് കുറയുന്നതാണ് ഇതിൻ്റെ പ്രശ്നം എന്നാണ് പറയുന്നത്. നമുക്കറിയത്തില്ല. പക്ഷേ അപ്പോൾ ഇന്നിപ്പോൾ നോക്കിയപ്പോൾ കൗണ്ട് കുറവാണ്. ഇപ്പോൾ കൗണ്ട് കുറഞ്ഞ് ബാക്കി നമ്മൾ എന്താണെന്ന് വെച്ചാൽ വീണ്ടും നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യണം. ഈ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ വീണ്ടും 7 ദിവസത്തെ താമസമാണ് പറയുന്നത്. ജീവനക്കാരുടെ അനാസ്ഥയ്ക്കെതിരെ കുടുംബം പരാതി നൽകി. ലാബിൽ ആവശ്യത്തിന് സാമഗ്രികൾ ഇല്ലെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അറിയുന്നത് ഇവരുടെ പരാതി ലഭിച്ചപ്പോഴാണ്. നിലവിൽ സൂപ്രണ്ടിന് പരാതി കൊടുത്തിട്ടുണ്ട്, DMIക്കും പരാതി കൊടുത്തിട്ടുണ്ട്, കളക്ടർക്ക് ഓഫീസിൽ നിന്ന് കളക്ടർക്ക് തന്നെ 3 വർഷം ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പരാതി ഹെൽത്ത് മിനിസ്റ്റർ വായിക്കാനുണ്ട്. ഇതിനെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടാവണം. എന്നെപ്പോലെ സാധാരണപ്പെട്ട ആൾക്കാർക്ക് നീതി കിട്ടണം. എന്തെങ്കിലും പാവപ്പെട്ട ആൾക്കാർ വരുന്നവരുണ്ട്. അപ്പോൾ അവർക്കും ഇങ്ങനെ പ്രതികരിക്കാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ എനിക്കിപ്പോൾ പ്രതികരിക്കാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നു. പ്രതികരിക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ പ്രതികരിക്കുന്നത്. അതുപോലെ അവർ പറഞ്ഞിട്ടില്ല. ഇന്ന് രാവിലെ പറയുന്നത് കിറ്റ് തീർന്നു പോയി, അതുകൊണ്ട് ടെസ്റ്റിന് അയച്ചിട്ടില്ല. അപ്പോൾ ഇനി പ്രൈവറ്റ് ചെയ്യണമെങ്കിൽ പോലും 3 ദിവസം താമസമുണ്ട്. ഈ ഗവൺമെൻറ് ചെയ്യണമെങ്കിൽ 7 ദിവസം താമസം, പ്രൈവറ്റ് ചെയ്യണമെങ്കിൽ 3 ദിവസം താമസമുള്ളൂ. പക്ഷേ എന്നാൽ പോലും ഇനിയും നമുക്ക് 3 ദിവസം കൊണ്ട് വെയിറ്റ് ചെയ്യണം കൊച്ചിന് ചികിത്സ കൊടുക്കണമെങ്കിൽ. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. കഴിഞ്ഞ അധ്യയന വർഷം പാഠ്യേതര വിഷയങ്ങളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് മെറിറ്റ് ഡേയിൽ ആദരിച്ചത്. കേരള കർണാടക മേഖലയുടെ ജനറൽ ഓഫീസർ കമാൻഡിംഗ് വിനോദ് ടോം മാത്യു പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ ന്യൂമാൻ കോളേജ് വിദ്യാർത്ഥികൾക്ക് ആവേശം പകർന്നുകൊണ്ട് മെറിറ്റ് ഡേ ആഘോഷിച്ചു. കഴിഞ്ഞ അധ്യയന വർഷം പാഠ്യേതര വിഷയങ്ങളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് മെറിറ്റ് ഡേയിൽ ആദരിച്ചത്. കേരള കർണാടക മേഖലയുടെ ജനറൽ ഓഫീസർ കമാൻഡിംഗ് വിനോദ് ടോം മാത്യു പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 2047 നമുക്കൊരു ഡ്രീമുണ്ട്. ആ ഡ്രീം എന്താണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇല്ല. 2047 ഇന്ത്യ ഒരു വികസിത രാജ്യമാകും എന്നാണ് നമ്മുടെ രാജ്യത്തിന്റെ ഡ്രീം. 2047 അതിനൊത്തിരി സമയമില്ല. അപ്പോഴാണ് നമ്മുടെ 100 വർഷം ഇൻഡിപെൻഡൻസിന്റെ തികയുന്നത്. 2047 ആകുമ്പോൾ ഞാൻ ജീവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. സ്റ്റേജിലുള്ള പലരും ജീവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ വയസ്സുള്ളവരായിരിക്കും. പക്ഷേ നിങ്ങളൊക്കെ ആ സമയത്ത് 2047 കാണും. 2047 നമ്മൾ വികസിത രാജ്യമാകുമോ ഇല്ലയോ എന്ന് നിശ്ചയിക്കുന്നത് നിങ്ങളാണ്. പക്ഷേ ഞാൻ പല രാജ്യങ്ങളിലും ഇന്ത്യക്ക് വെളിയിൽ പോയി. ഒരു വികസിത രാജ്യമാകാനായിട്ട് പല ക്വാളിറ്റീസും വേണം. അതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റിയാണ് ഡിസിപ്ലിൻ. ഏത് രാജ്യത്തിനോ ഡിസിപ്ലിൻ ഇല്ല, ഏത് രാജ്യത്തിന്റെ ജനതയ്ക്കോ ഡിസിപ്ലിൻ ഇല്ല, അവർ ഒരിക്കലും ഒരു വികസിത രാജ്യമാകാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞതല്ല, മഹാത്മാഗാന്ധി പറഞ്ഞു. ഏത് രാജ്യവും മാതാവണമെങ്കിൽ അവിടുത്തെ ജനതയ്ക്ക് ഡിസിപ്ലിൻ വേണം. ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഒരു റൂൾ പ്രൊസീജിയർ ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സോ ഐ ഹോപ്പ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പിള്ളേർ, നിങ്ങൾ എല്ലാവരും ഒരു വികസിത രാജ്യത്തിന്റെ ഭാഗമാകും. നിങ്ങൾ ഡിസിപ്ലിൻ നിങ്ങൾക്കുള്ളിൽ കൊണ്ടുവരും. ഇല്ലെങ്കിൽ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഈ NCC കേഡറ്റ്സിനെ ഞാൻ കാണുന്നു. നിങ്ങളുടെ NCC യൂണിറ്റ്, NCC ബാങ്ക് ഡൽഹിയിൽ പോയി. എല്ലാവർക്കും വളരെ പ്രൗഡായിട്ടുള്ള കാര്യമാണ്.
നമ്മുടെ NCC യൂണിറ്റ് ഡൽഹിയിൽ പോയി എന്നുള്ളത്. അതിന് ഞാൻ നിങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ഇൻഫാക്ട് ഞാൻ തൊടുപുഴ ഇവിടെ എല്ലാവർക്കും അറിയാം. ഞാൻ ഇവിടെ ബാങ്കിൽ പോയപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇവിടുത്തെ NCC യൂണിറ്റിലെ ബാങ്ക് ഡൽഹിയിൽ പോയെന്ന് അറിഞ്ഞോ സാറിന്? എനിക്കറിയാം. അപ്പൊ അങ്ങനെ തൊടുപുഴയ്ക്കും അറിയാം നമ്മുടെ ബാങ്ക് ഡൽഹിയിൽ വരെ പോയി. അതിന് ഐ കൺഗ്രാജുലേറ്റ് പ്രശാന്ത് as well as the NCC band members. But I ask you to inculcate discipline in your daily life and ensure that you are part of a future bright India. I wish you the very best. Once again, I am very happy to be here in She has demonstrated exemplary leadership, excelled in quizzes and hackathons, and Jawahar Navodi Vidyalaya, the recipient of the prestigious Inspire Scholarship. She has with the 2025 to receive the award. Next, I call upon Kenneth Deshri, silver medalist. ചടങ്ങിൽ കേരള കർണാടക മേഖലയുടെ ജനറൽ ഓഫീസർ കമാൻഡിംഗ് വിനോദ് ടോം മാത്യുവിനെ പൊന്നാട നൽകി ആദരിച്ചു. കോതമംഗലം രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി മാനേജർ റവറന്റ് ഡോക്ടർ പയസ് മലയക്കണ്ടത്തിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജെന്നി കെ അലക്സ്, വൈസ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ സാജു എബ്രഹാം, ബിജു പീറ്റർ, ബർസാർ ഫാദർ ബെൻസൺ എൻ ആന്റണി, കോളേജ് ചെയർമാൻ അബിനാസ് PN, പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ പ്രിൻസി ജേക്കബ്, കൊമേഴ്സ് വിഭാഗം HODയും NCC ഓഫീസറുമായ ക്യാപ്റ്റൻ പ്രജീഷ് C. മാത്യു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ഡീപോൾ പബ്ലിക് സ്കൂളിന്റെ 28ാം വാർഷികാഘോഷം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. പ്രശസ്ത എഴുത്തുകാരൻ ബെന്യാമിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചലച്ചിത്ര താരം നിതിൻ ജോർജ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ സെബാസ്റ്റ്യൻ തുണ്ടത്തിക്കുന്നിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സിബി കെ ജോൺ, സ്റ്റാഫ് സെക്രട്ടറി ടോണി ജോസഫ് ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു. തൊടുപുഴ ഡീപോൾ പബ്ലിക് സ്കൂളിന്റെ 28ാം വാർഷികാഘോഷം ഡിലൈറ്റ് 2K25 എന്ന പേരിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ ബെന്യാമിൻ ഉദ്ഘാടനം നിർവഹിച്ചു. യുദ്ധങ്ങൾ കാരണം, ആഭ്യന്തര കലാപങ്ങൾ കാരണം, പ്രകൃതി നാശങ്ങൾ കാരണം സ്വന്തം വീട് വിട്ട് പോകേണ്ടി വന്ന, അന്യദേശത്ത് അലയേണ്ടി വരുന്ന അനേകം മനുഷ്യരെ കൂടി ഓർക്കാതെ നമുക്ക് ഒരു ക്രിസ്മസ് നാളിൽ കടന്നു പോകാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ മെത്തഡിസ്റ്റ് ചർച്ച് അവരുടെ സഭയിലെ എല്ലാ അംഗങ്ങൾക്കുമായിട്ട് ഒരു നോട്ടീസ് വിതരണം ചെയ്തു. അതിൽ പറഞ്ഞിരിക്കുന്നത്, ഈ കഴിഞ്ഞ വർഷം മാത്രം അമേരിക്കയിലെ അതിർത്തിയിൽ 5000-ലധികം അഭയാർത്ഥി കുഞ്ഞുങ്ങളെയാണ് സ്വന്തം മാതാവിൽ നിന്ന് വേർപെടുത്തി ഡിറ്റൻഷൻ സെൻ്ററിലാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ആ കുഞ്ഞുങ്ങളെ ഓർക്കാതെ, ആ മാതാപിതാക്കളെ ഓർക്കാതെ ഒരു ക്രിസ്മസ് കാലത്തിലൂടെ കടന്നു പോകാൻ കഴിയുമോ എന്ന ഒരു വലിയ ചോദ്യം. നാളെ ഒരിക്കൽ അഭയാർത്ഥിയായി നിങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കുന്ന ഒരു കുടുംബത്തിന് അഭയം നൽകാതെ നിങ്ങൾക്കൊരു ക്രിസ്മസ് കാലത്തിലൂടെ കടന്നു പോകാൻ കഴിയുമോ എന്ന മറ്റൊരു ചോദ്യം.
അതിനുശേഷം ആ നോട്ടീസിൽ തുടർന്ന് പറയുന്നുണ്ട്, ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ അഭയാർത്ഥി കുടുംബം തിരുക്കുടുംബമായിരുന്നു എന്ന് നിങ്ങൾ മറന്നു പോകരുത് എന്ന്. ജനിച്ചു വീണ ഉടനെ തന്നെ ചോരകനിയുന്ന കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പ്രാണൻ തല്ലുന്ന വേദനയോടെ ഈജിപ്തിലേക്ക് ഒളിച്ചോടി പോകേണ്ടി വന്ന മാതാപിതാക്കളെ ഓർക്കാതെ, തിരുക്കുടുംബത്തെ ഓർക്കാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ക്രിസ്മസ് നാളിലൂടെ കടന്നു പോകാൻ കഴിയുക? ചലച്ചിത്ര താരം നിതിൻ ജോർജ് അനുഗ്രഹ പ്രഭാഷണം നടത്തി. പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഫാദർ സെബാസ്റ്റ്യൻ തുണ്ടിക്കുന്നിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ സിബി കെ ജോൺ, സ്റ്റാഫ് സെക്രട്ടറി ടോണി ജോസഫ്, മാനേജർ റവറൻ ഫാദർ ജോർജ് പൂനാട്ട് VC എന്നിവർ ആശംസകൾ നേർന്നു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും മറ്റ് സ്റ്റാഫ് പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വാഴക്കുളം ചാവറ ഇന്റർനാഷണൽ അക്കാദമിയിൽ വിപുലമായ പരിപാടികളോടെ ക്രിസ്മസ് ആഘോഷിച്ചു. വാഴക്കുളം സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ ജോർജ് പൊട്ടയ്ക്കൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ക്രിസ്മസിനെ വരവേറ്റുകൊണ്ട് ചാവറ ഇന്റർനാഷണൽ അക്കാദമിയുടെ മുറ്റത്ത് സ്ഥാപിച്ച 20 അടിയിലേറെ വലുപ്പമുള്ള കൂറ്റൻ സാന്താക്ലോസിന്റെ ശില്പം ഏവരുടെയും ശ്രദ്ധ കവർന്നു. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡിനോ കള്ളിക്കാട്ട് CMI, വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജിത്തു ജോർജ് തൊട്ടിയിൽ എന്നിവരാണ് ഇങ്ങനെയൊരു ആശയം മുന്നോട്ട് വെച്ചത്. സ്കൂളിലെ ആർട്ടധ്യാപകനായ സാജു മണത്തൂരിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരായ കലാകാരന്മാരുടെ ഒരാഴ്ചത്തെ പരിശ്രമ ഫലമാണ് ഈ കലാശില്പം. പ്രിൻസിപ്പൽ ഫാദർ ഡിനോ കള്ളിക്കാട് CMI, വൈസ് പ്രിൻസിപ്പൽ ഫാദർ ജിത്തു ജോർജ് തൊട്ടിയിൽ എന്നിവരാണ് ഇങ്ങനെ ഒരാശയം മുന്നോട്ട് വയ്ക്കുകയും ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ നൽകുകയും ചെയ്തത്. അധ്യാപകനായ സാജു മണത്തൂർ, അനധ്യാപകരായ അജിൽ മാടവന, ബൈജു അറയ്ക്കൽ, റോയി കുന്നേൽ, മാത്യു കുന്നത്ത്, റെജി കുന്നേൽ എന്നിവരുടെ ഒരാഴ്ചത്തെ പരിശ്രമമാണ് ഈ ശില്പം. കലാകാരന്മാരെ മാനേജ്മെന്റ് അഭിനന്ദിച്ചു. ക്രിസ്തുമസ് ആഘോഷ പരിപാടികളിൽ വാഴക്കുളം സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ ജോർജ് പൊട്ടയ്ക്കൽ മുഖ്യാതിഥിയായിരുന്നു. തുടർന്ന് കരോൾ ഗാനങ്ങൾ, നൃത്തപരിപാടികൾ, കിൻഡർ ഗാർഡൻ കുട്ടികൾ അവതരിപ്പിച്ച യേശുവിന്റെ ജന്മത്തിന്റെ ദൃശ്യാവിഷ്കാരം എന്നിവ വ്യത്യസ്തമായ ഒരു ക്രിസ്തുമസ് അനുഭവം പകരുന്നവയായിരുന്നു. ഉച്ചകഴിഞ്ഞ് നടന്ന ക്രിസ്മസ് പാർട്ടിയോട് അനുബന്ധിച്ച് ആഘോഷങ്ങൾ സമാപിച്ചു. പരിപാടികൾക്ക് പ്രിൻസിപ്പൽ ഫാദർ ഡിനോ കള്ളിക്കാട് CMI, ഫാദർ ജിത്തു ജോർജ് തൊട്ടിയിൽ CMI എന്നിവർ നേതൃത്വം നൽകി. So I just want to share you two important things regarding Christmas. One is the simplicity of God that is revealed through this Christmas. God has taken the form of a human being and born in this world. It is said or quoted in the Gospel of St. John, God so loved this world, so he has taken or has sent his Son to this world to redeem this world. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴയിൽ നിന്നും ഏഴല്ലൂർ അല്ലസർ മെഡിക്കൽ കോളേജിലേക്ക് KSRTC ബസ് സർവീസ് ആരംഭിച്ചു. ബസ് സർവീസിന്റെ ഉദ്ഘാടനം PG ജോസഫ് MLA നിർവഹിച്ചു. ഇടുക്കി ജില്ലയിൽ കുളമ്പ് രോഗ, ചർമ്മമുഴ രോഗ പ്രതിരോധ കുത്തിവയ്പ് യജ്ഞം തുടങ്ങി. PG ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ വാർഷിക സമ്മേളനം ഡിസംബർ 21, 22 തീയതികളിൽ തൊടുപുഴയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ നഗരസഭാ ചെയർമാനായി പ്രവർത്തിച്ച 8 മാസത്തോളം തന്നെ പിന്തുണച്ച MLAയ്ക്കും MP-ക്കും സഹപ്രവർത്തകരായ മുഴുവൻ കൗൺസിൽ അംഗങ്ങൾക്കും നന്ദി അറിയിക്കുന്നതായി K. ദീപക് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ രക്തപരിശോധനാ കേന്ദ്രത്തിൽ ജീവനക്കാരുടെ ഗുരുതര അനാസ്ഥ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.